മലയാള സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ദൃശ്യം 3 എത്തുകയാണ്. മെയ് 21-ന് റിലീസ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് മോഹൻലാലിന്റെ ജന്മദിനത്തിൽ സിനിമ റിലീസ് ചെയ്യും എന്ന പ്രത്യേകത കൂടിയുണ്ട്. മോഹൻലാൽ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായ ദൃശ്യം 3യുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. ആകാംക്ഷയും ത്രില്ലിങ്ങും കൗതുകവും പിടിച്ചിരുത്തുന്നതുമായ ഡയലോഗുകൾ നിറഞ്ഞ ട്രെയിലർ മൂന്നാം വരവ് വെറുതെ ആകില്ല എന്ന സൂചനകളാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ആ ചിത്രം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21-ന് തിയേറ്ററുകളിൽ എത്തുകയും ചെയ്യും. ഇപ്പോഴിതാ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ബുക്കിംഗും ആരംഭിച്ചിരിക്കുകയാണ്. കളക്ഷൻ റെക്കോർഡുകൾ പലതും ചിത്രം തകർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രം ദൃശ്യമായിരുന്നു. മലയാള സിനിമയിൽ റിലീസിനായി ഏവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് ദൃശ്യം 3. ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും നൽകിയ വിജയവും പ്രതീക്ഷയും എല്ലാമാണ് അതിന് കാരണമായുള്ളത്. തന്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാതെ എത്തിയ അതിഥിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ജോർജ് കുട്ടിയും കുടുംബവും പോലീസ് പിടിയിലാകുമോ അതോ 4ാം ക്ലാസ്സുകാരന്റെ കൂർമ്മ ബുദ്ധി കൊണ്ട് വീണ്ടും രക്ഷപ്പെടുമോ എന്നറിയാനാണ് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. മൂന്നാം ഭാഗം അല്പം ഇമോഷണലും ജോർജ് കുട്ടിക്ക് പേടിയും നൽകുന്നുണ്ടെന്ന സൂചന ട്രെയിലറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 2-ന് ആഗോള റിലീസ് നിശ്ചയിച്ചിരുന്ന ആ ചിത്രം പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിൽ മെയ് 21-ലേക്ക് പിന്നീട് നീട്ടിവെക്കുകയാണ് ഉണ്ടായത്. മോഹൻലാലിന് പുറമെ മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ, ആശാ ശരത്, സിദ്ദിഖ്, കലാഭവൻ ഷാജോൺ, ഇർഷാദ്, ഗണേഷ് കുമാർ തുടങ്ങിയ വലിയൊരു താരനിര കൂടി സിനിമയിലുണ്ടാകും. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് 2026 ഒക്ടോബർ 2-ന് റിലീസിനെത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.